വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. കുറഞ്ഞ വിലക്ക് 60 സെൻറ്റ് സ്ഥലം വന്നിട്ടുണ്ടാ. ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്രയും കുറഞ്ഞ വിലക്ക് സ്ഥലം വരാറുള്ളു. അതും ഹൈവേ സൈഡ്. ഈ വീടിനാണെങ്കിൽ 2 എൻട്രൻസ് ആണ്. ബാക്കിൽ കൂടി വണ്ടി വരും, ഫ്രണ്ടിൽ കൂടിയും വരും. ബാക്കിൽ കൂടി ആണെങ്കിൽ ഹൈവേയിലോട്ട് ഒരു 150 മീറ്റർ, ഫ്രണ്ടിൽ കൂടി ആണെങ്കിൽ ഒരു 650 മീറ്റർ അടുക്കുന്നുണ്ട്. ഇതാണ് വീട്. ഇപ്പോൾ ഇവരിവിടെ താമസവും കാര്യങ്ങളൊന്നുമില്ല. അത് കാരണമാണ് ഈ വീട് കൊടുക്കണത് തന്നെ. ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കുറേ പേര് ലൈക്ക് അടിക്കണില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണില്ല. കാരണം വില കുറഞ്ഞ വീടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കാണാൻ വൈകും. അപ്പോഴേക്കും വീട് വിറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും. കണ്ട ഈ സൈഡിലൊക്കെ നിൽക്കണ കംപ്ലീറ്റ് മാവാണ്ട. മാവ് അതുപോലെ തന്നെ പ്ലാവ് എല്ലാം ഉണ്ട്. ഈ വീടിൻ്റെ ചുറ്റിനും മരങ്ങളാണ്. കണ്ട നല്ലൊരു 4 BHK വീട്. ഈ വീടിനാണെങ്കിൽ അവർ പൈസ ഒന്നും ചോദിക്കില്ല. ഈ സ്ഥലത്തിൻ്റെ വില മാത്രം ചോദിക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭം. ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒത്തു വരുള്ളൂ. അപ്പോൾ ഒത്തു വരുമ്പോൾ ഇതുപോലെ കാണുമ്പോൾ തന്നെ വിളിക്കുക, വാങ്ങാം. ഈ പറമ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്തെല്ലാം മരങ്ങളാണ് നോക്കി. കണ്ട പറമ്പ് നിറച്ച് മരങ്ങളാണ്. കണ്ടതേ ഒരു പ്ലാവ് കണ്ട, നല്ല വരിക്കച്ചക്ക ഉണ്ട. ഇത് കിണർ, ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. പണി സാധനങ്ങളും കാര്യങ്ങളും വിറകൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഔട്ട് ഹൗസ്. ഒരിക്കലും വറ്റാത്തൊരു കിണർ. ഇതാണ് ബാക്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് നേരെ ബാക്കിൽ കൂടിയുള്ള വഴിയാണ്. ഇതിലെ 150 മീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഹൈവേ ആണ്. ഇഷ്ടം പോലെ കായ്ഫലുള്ള ജാതികൾ, എല്ലാ മരത്തിലും ജാതിക്കേണ്ട. അതുപോലെ തന്നെ തേക്ക്, ഒരുപാട് തേക്കിനകത്ത് ഉണ്ട്. അതൊക്കെ തേക്കാണ് വെക്കണം. ഇതേ അടുത്ത പ്ലാവ് ഉണ്ട്. നല്ല ഇനം പ്ലാവുകളാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മാവുണ്ട്. ഇഷ്ടം പോലെ മരങ്ങളാണ്. 60 സെൻറ്റും നല്ല മരങ്ങൾ. മഹാഗണി, തേക്ക്, ആഞ്ഞിൽ, അങ്ങനെ പല പല മരങ്ങളുണ്ട്. വരിക്കച്ചക്ക പ്ലാവ് നിറച്ചാണ് ചക്ക. ഇതൊക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാവരും ഒന്നും കഴിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയെങ്കിലും ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടാ നിൽക്കണതൊക്കെ തേക്കാണ്ട. എത്ര തേക്കാണ് നിൽക്കണേ നോക്കി. അപ്പോൾ നല്ലൊരു പറമ്പ്, അതും 2 എൻട്രൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറകിൽ നിന്ന് കുറച്ച് സ്ഥലം വിൽക്കണമെങ്കിൽ വിൽക്കാം. എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. കാരണം വഴിയുള്ള കാരണമേ നമുക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വീട്. ഈ വീടിൻ്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളും കൂടി കാണിച്ചു തരാം കേട്ടോ. കാരണം ഈ വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. താഴത്ത് 2 ബെഡ്റൂം, ഹാള്, ഡൈനിങ് ഹാള്, കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, പിന്നെ ഒരു 3rd കിച്ചൺ കൂടിയാണ്. 3 കിച്ചൺ ഉണ്ട് ഇനി. ഇതൊക്കെ ഉപയോഗിക്കാണ്ടായിട്ടാണ് ഈ അഴുക്ക് പിടിച്ച് ഇങ്ങനെ കിടക്കണം. കാരണം അവർ വേറെ സ്ഥലത്താണ് താമസിക്കണം. അപ്പോൾ ഇവിടെ നോക്കലും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അത് കാരണം ഇത് കൊടുക്കണത് തന്നെ. വീട് നോക്കിയാൽ നിങ്ങൾ, നല്ലൊരു വീട്, ഒന്നും പറയാനില്ല. ചെറുതായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ക്വാളിറ്റി ഒരു വീടാണ്. അങ്ങനെ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് നാച്ചുറൽ മാർബിളാണ് ഇട്ടേക്കണം. എന്ത് ഭംഗിയാണ് നോക്കി. ഇത് ഡൈനിങ് ഹാള് ഉണ്ടോ. അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങാൻ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതേ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട നിങ്ങൾ. അതിന് കബോർഡുണ്ട്. എൻ്റെ കബോർഡൊക്കെ കംപ്ലീറ്റ് തടിയിലാണ് കേട്ടോ. അങ്ങനെ പഴയ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തടിയിലായിരിക്കുള്ളൂ. വീടിനൊരു 10-15 വർഷം പഴക്കമുണ്ട്. ഒന്ന് പൊടി തട്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വീടാണ്. ഈ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇനി അടുത്തത് വേറെ ഉണ്ട്. എല്ലാം ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. കാരണം വീട് നല്ല സൗകര്യമുള്ളൊരു വീടാണ്. അത് നല്ല സൈലൻ്റ് ഏരിയ. നമുക്ക് എങ്ങാട് പോകണമെങ്കിൽ എളുപ്പമാണ്. കാരണം ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ കൊരട്ടിയാണ്. ഇതേ 2ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം. അല്ല, ഇത് ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാം. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ കൊരട്ടിയാണ്ട. ഇത് ഒരു കോമൺ ബാത്റൂമാണ്.
ഉണ്ട്. ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട് കണ്ടോ. ഇനി കിച്ചൺ, ഈ കാണണം മെയിൻ കിച്ചൺ. മെയിൻ കിച്ചൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി. ഇത് മെയിൻ കിച്ചണാണ് ഈ വരുന്നത്. അതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ട. ഇത് സെക്കൻഡ് കിച്ചൺ, ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. അതിലും കണ്ട എത്ര സ്ലാബും കാര്യങ്ങളാണെന്ന് നോക്കി. ഇഷ്ടം പോലെ സ്പേസാണ്. ഇത് തീ കത്തിക്കാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്നാമത്തത്. ഇതിനും നല്ല സ്പേസാണ്. പുറത്ത് നമ്മുടെ സ്റ്റോർ റൂം കാര്യങ്ങളെല്ലാവരും. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വീടാണ്. പക്ഷേ ഈ വീടിന് അവർ വില ചോദിക്കണില്ല. സ്ഥലത്തിന് ഇവിടെ 4 ലക്ഷം രൂപ വിലയുണ്ട്. പക്ഷെ അവർ 3 ലക്ഷം ചോദിക്കണുള്ളത്. ഈ 60 സെൻറ്റ് സ്ഥലത്തിന് 1.80 ചോദിക്കണം. അത് വീടപ്പം നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണെന്ന് പറയാം. ഞാൻ പറയില്ല, ഹൈവേയിലോട്ടാണെങ്കിൽ 150 മീറ്ററേ ഉള്ളൂ. ഫ്രണ്ടിൽ കൂടെ ആണെങ്കിൽ ഒരു 650 മീറ്ററും. നേരെ ചെല്ലണത് കൊരട്ടി ജംഗ്ഷനിലോട്ടാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, അതാണ് 6 വരിപ്പാതയാണ്. അപ്പം നമുക്കിപ്പോൾ അങ്കമാലിക്ക് പോകണമെങ്കിലും തൃശ്ശൂർക്ക് പോകണമെങ്കിലും എല്ലാം സൗകര്യമാണ്. സെൻറ്ററായിട്ട് വരും. അത് നല്ല സൈലൻ്റ് ഏരിയ. ഇത് മുകളിലത്തെ ഹാള്, അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ട്. അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. ബാത്റൂമൊക്കെ നോക്കി, ആവശ്യത്തിന് വലിപ്പമുള്ള ബാത്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂം എല്ലാവരും നല്ല വലിപ്പമുള്ളതാണ്. ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തപ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. ഒന്ന് റിനോവേഷനൊക്കെ ചെയ്ത് ചെയ്യണമെങ്കിൽ, ഒന്ന് മോഡേൺ ആക്കി ചെയ്യണമെങ്കിൽ എല്ലാവരും പക്കയാണ്. ഇതിന് ബാൽക്കണി, ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. ഉണ്ടാ നല്ലൊരു വലിയൊരു ബാൽക്കണി എന്ന് തന്നെ പറയാം. നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇത്രയും മരങ്ങളൊക്കെ നിൽക്കണ കാരണം നല്ല കൂള് ആയിട്ടുള്ളൊരു സെറ്റപ്പ്. അതെ, ബാക്കിലാണെങ്കിൽ ഇവിടെ വേറൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ നേരെ കാണുന്നിടത്ത് സെറ്റ് ചെയ്യുക. അതിനുള്ള പോയിൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കറണ്ട്, വെള്ളം, വേസ്റ്റ് വാട്ടർ പോകാൻ താഴെ പൈപ്പ് എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ തുണി മുഴുവനും അലക്കി ഇവിടെ തന്നെ വിരിച്ചിടുക. അപ്പോൾ എല്ലാവിധ സൗകര്യമുള്ളതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ്, വില പറഞ്ഞ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ഇനി ഒന്നും പറഞ്ഞില്ലെന്ന് പറയരുത്.